ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ബീഫിലുള്ള നെയ്യ് വെച്ചിട്ട് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് തയ്യാറാക്കാൻ പറ്റുന്ന കൂടുതൽ ഓവർ ആയിട്ടുള്ള മസാലയൊന്നും ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ നമ്മൾ ബീഫ് കഴുകിയെടുക്കുന്ന സമയത്ത് എത്ര കഴുകിയാലും ഇതിന്റെ ബ്ലഡ് പോകില്ല. അപ്പോൾ 1-2 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റിന് ശേഷം നിങ്ങളിത് വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ബ്ലഡിന്റെ അംശമില്ലാതെ ക്ലീൻ ആയി തന്നെ നമ്മുടെ ബീഫെല്ലാം മീറ്റ് എല്ലാം കിട്ടും കേട്ടോ. കണ്ടല്ലോ, ഇത് നല്ലതുപോലെ വൃത്തിയായതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ടാണ് തോന്നുന്നത്. കണ്ടോ, ബ്ലഡിന്റെ ഒരു അംശം പോലും ഇല്ലാതെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീഫിൽ വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന്റെ താഴെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയാണ്, അതിനെക്കാളും കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിന്റെ താഴെയാണ് കേട്ടോ മുളക് പൊടി രണ്ടാമത് ചേർത്ത് കൊടുത്തത്, അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാതിരുന്നത്. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. പിന്നെ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് 4 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത് ഒരു ചെറിയ ബേ ലീഫിന്റെ പീസും പിന്നെ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഒരു ലീഫാണ് കേട്ടോ. ഒരു 4 വിസിൽ അടുപ്പിച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും 2 അല്ലി കറിവേപ്പിലയും പിന്നെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയിലെ ചെറിയ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ബീഫ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോകണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് വേവിച്ചെടുത്ത സമയത്ത് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത്. ഞാൻ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതില് വെള്ളം ആയിട്ട് വന്നതാണ്. അപ്പൊ ആ വെള്ളത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ വെച്ചെടുത്തിട്ടുള്ള ഈ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിന്റെ ചെറിയുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പേസ്റ്റ് അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരുപാട് ചതച്ചെടുത്തിട്ടില്ല. അപ്പൊ ഒരു 3 മിനിറ്റ് നല്ലതുപോലെ ഇതിലൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ സ്മെല്ലെല്ലാം ഈ വെള്ളത്തിൽ പിടിച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇതിലേക്ക് കുരുമുളകും ബീഫും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ കല്ലിലാണ് കുരുമുളക് ചതച്ചെടുക്കുന്നത്. 2 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് ചേർത്ത് കൊടുക്കാണ്. ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് മസാലയിൽ കിടന്നൊന്ന് പിടിച്ചാൽ മതി. ഇതൊന്ന് ചൂടായതിനു ശേഷമാണ് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ ആണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ ബീഫ് റെഡി. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ കോക്കനട്ട് ഓയിലും കൂടെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ. കാരണം നമ്മൾ ഓയിലൊന്നും ചേർക്കാതെ ഈ ബീഫിലുള്ള നെയ്യ് വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ രാവിലെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചക്ക് ഒക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോഴാണ് ഈ മസാലയൊക്കെ ശരിക്കും പിടിച്ചതുപോലെയുള്ള ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക്. ആ തണുത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് ഗീ റൈസിന്റെ കൂടെ എന്തിന്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് കൂടി കുക്കാക്കി എടുത്തതിന് ശേഷം ഞാൻ ബീഫ് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്.
അപ്പൊ കൂടുതലൊന്നും എണ്ണയൊന്നും ചേർക്കാതെ ഉള്ളിയൊന്നും ഓയിലൊന്നും വഴറ്റിയെടുക്കാതെ തന്നെ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ബീഫ് ഗ്രേവി വേണമെങ്കിൽ ഇത്ര തന്നെ വറ്റിച്ചെടുക്കണ്ട എന്നുള്ളതുള്ളൂ. ഇത് ഒരുപാട് ഞാൻ ഡ്രൈ ആക്കി എടുക്കാത്തത് മക്കൾക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഓയിലോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല എങ്കിലും ഇങ്ങനെ തന്നെ കിട്ടും. ഞാൻ ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കോക്കനട്ട് ഓയിൽ. ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഈ ബീഫിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മാത്രം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇത് അടിപൊളിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.